ഉസ്താദന്മാരായി ഇപ്പൊ രാജാക്കന്മാരെ പോലെ ജീവിക്കണേ. ഇപ്പൊ AP ഉസ്താദിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോ ഞാൻ അതിനെ ചിന്തിച്ചത് പറയട്ടെ. അതല്ലേ പറഞ്ഞത്, ആലിമീങ്ങളെ കുറിച്ചടോ, ആലിമീങ്ങളാടോ ഇന്ന് രാജാക്കന്മാരെ പോലെ ജീവിക്കണത്. അള്ളാഹു ഇസ്സത്ത് നിലനിർത്തി തരുമാറാകട്ടെ. ഈ ഇരിക്കണ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നല്ലോ, ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? നിങ്ങൾ എത്ര പേര് ഇവിടെ ഇരിക്കുന്നല്ലോ. ഞാൻ ചോദിക്കുന്നു, ഈ ഇരിക്കുന്നതിൽ പണക്കാരനുണ്ട്, കോടീശ്വരന്മാരുണ്ട്, ഇല്ലേ? അള്ളാഹു ഒരുപാട് സമ്പത്ത് തന്നവരുണ്ട്, ജോലി കൂലി കലിയടക്കുന്നവരുണ്ട്. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? നിങ്ങൾക്കറിയാം, നിങ്ങൾ പറയല ആരാ? ഉസ്താദന്മാര്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്നെ പറയട്ടെ, ഇരിക്കണ എല്ലാം കാശാരന്മാരല്ല. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇവിടെ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാ? നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണേ? വെടികൊണ്ടതുവരിക്കും ദഹിക്കണില്ല. ഇവിടെ എല്ലാ ദിവസവും ഇറച്ചീനാണ് ആരാ ഉള്ളേ? ഏറ്റവും നല്ല മീൻ കഴിക്കണ ആരാ ഉള്ളേ? ഉസ്താദന്മാര്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഏറ്റവും കുറച്ച് ശമ്പളം ആർക്കാ ഉള്ളേ? നിങ്ങൾ എന്താണോ ഇങ്ങനെ ഇരിക്കണേ? ഏറ്റവും കുറഞ്ഞ ശമ്പളം ആർക്കല്ലേ? ഇവിടെ ഉസ്താദിന്റെ ഒരു ദിവസത്തെ ശമ്പളം കൂലി ഇവിടെ മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ കിളയ്ക്കാൻ പോണേ എങ്ങായിക്കണ്ട അതിനേക്കാളും ശമ്പളം. ഏറ്റവും ചെറിയ ശമ്പളം ഉസ്താദിനാ. ഉസ്താദിന്റെ ശമ്പളമൊക്കെ കാണണം 17, 17, 15, 20 ഇത്രയൊക്കെ ഉള്ളൂ. ഇതിനകത്താ ഉസ്താദ് എല്ലാം ചെയ്യേണ്ടത്. പക്ഷെ ഉസ്താദിന് ഏറ്റവും ചെറിയ ശമ്പളം, ആ ഏറ്റവും ചെറിയ ശമ്പളമുള്ള മനുഷ്യനാ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതാ പറഞ്ഞ മക്കളെ ഉസ്താദ്മാർക്ക് കെട്ടിച്ചു കൊടുക്കാൻ. അന്ന് വന്നപ്പോ പറയൂ, ഉസ്താദോ അയ്യോ അയ്യോ ചെറിയ ശമ്പളം, വിദ്യാഭ്യാസമില്ല, അങ്ങേരെ കൂടെ ജീവിച്ച. എടാ ഉസ്താദന്മാരാ ഇപ്പൊ രാജാക്കന്മാരെ പോലെ ജീവിക്കണേ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ AP ഉസ്താദിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോ ഞാൻ അതിനെ ചിന്തിച്ചത് പറയട്ടെ. അതല്ലേ പറഞ്ഞത്, ആലിമീങ്ങളെ കുറിച്ചടോ, ആലിമീങ്ങളാടോ ഇന്ന് രാജാക്കന്മാരെ പോലെ ജീവിക്കണത്. അള്ളാഹു ഇസ്സത്ത് നിലനിർത്തി തരുമാറാകട്ടെ. ആ കാലഘട്ടമൊക്കെ മാറി ഇങ്ങനെ ഓച്ചാനിച്ചിരിക്കണ കാലമൊക്കെ. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുന്ന ഉസ്താദന്മാർക്കാ അല്ലേ? അപ്പൊ അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത് 5 നേരം നിസ്കരിക്കുന്നവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരൂന്ന. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നിങ്ങളൊക്കെ എന്നോട് ചോദിക്കണ ഒരു ചോദ്യം, സിറാജ ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എന്തേ അള്ള ഞങ്ങൾക്കും തരാത്തെ? അതൊരു ചോദ്യ, അതൊരു വല്ലാത്ത ചോദ്യ. ഉസ്താദന്മാര് നിസ്കരിക്കുന്നുണ്ട്, അതുപോലെ ഞങ്ങളും നിസ്കരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് നല്ല മട്ടനും മന്തിയും നെഹദിയും അഹദിയൊക്കെ, ഞങ്ങൾക്ക് എന്താ ഇതൊന്നും ഇല്ലാത്ത? ഒറ്റ വ്യത്യാസമുണ്ട്. ഉസ്താദും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഉസ്താദ് 5 നേരം ബാങ്ക് വിളിക്കുമ്പോൾ ജമാഅത്തായിട്ട് നിസ്കരിക്കും, നിങ്ങൾ സമയം കിട്ടുമ്പോൾ നിസ്കരിക്കും. എത്ര വ്യത്യാസമേ ഉള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്താ വ്യത്യാസം? എന്താ? ഉസ്താദ് എപ്പോഴാണ് നിസ്കരിക്കണേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഞാൻ പിരിക്കാൻ വന്നല്ലടോ. ഉസ്താദ് എപ്പോഴാണ് നിസ്കരിക്കണേ? ബാങ്ക് വിളിച്ചു 15 മിനിറ്റ് കഴിയുമ്പോൾ ആ ചങ്ങാതി ഇമാമായിട്ട് നിസ്കരിക്കും, ജമാഅത്തായിട്ട് നിസ്കരിക്കും. പക്ഷെ നമ്മളോ, നമ്മുടെ ജോലിയും തിരക്കും എല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നിസ്കരിക്കും. ഇതാ വ്യത്യാസം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാണ് വ്യത്യാസം. ഈ വ്യത്യാസം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാ. നമ്മൾ നിസ്കരിക്കാറുണ്ട്, പക്ഷേ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. എടാ, അങ്ങനെ നിസ്കരിക്കാത്തവനല്ല വൈല്, നിസ്കരിക്കുന്നവനാ വൈല്. വൈലെന്ന് പറയുന്ന നരകം അള്ളാഹു പടച്ചു വെച്ചിരിക്കുന്ന ആർക്കാ? ഈ നിസ്കരിക്കുന്നവന് വേണ്ടിയാ. എങ്ങനെ നിസ്കരിക്കുന്നവൻ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അവന് സമയം കിട്ടുമ്പോൾ തോന്നുമ്പോൾ പോയിട്ട് നീ ചിന്തിക്കും, നിന്റെ ഭാര്യ എപ്പോഴാ ലോഹർ നിസ്കരിക്കണേ, നിന്റെ ഭാര്യ എപ്പോഴാ അസർ നിസ്കരിക്കണം, എപ്പോഴാ? ഓള് കറിയും ചോറും എല്ലാം വെച്ച് തോരിയെല്ലാം കഴിഞ്ഞ് റൂമൊക്കെ തൂത്തുവാരി അവക്ക് സമയം കിട്ടുമ്പോൾ 2:45 3 മണിക്ക് അടുത്ത് പോയിട്ട് ലോഹറും അസറും കൂടെ ഒറ്റയടിയാ. അള്ളാഹു കാത്തിരിച്ചുമാറാകട്ടെ. എന്നിട്ട് നിനക്ക് മട്ടൻ മന്തി വേണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ? അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അല്ല പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. ഇരിക്കണ എല്ലാവർക്കും ഖുർആന്റെ അർത്ഥം പറയുന്നവരാ. അള്ളാഹു പറയുന്നു, മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. എന്ത് ചെയ്യണം? നിസ്കരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മൾ മക്കളോട് എന്ത് പറഞ്ഞു കൊടുക്കും? നമ്മുടെ മക്കളോട് എന്ത് പറയും? എടാ അവൻ രാത്രി 10 മണി വരെ ഇരുന്ന് പഠിച്ചതാ, സുബൈക്ക് നിസ്കരിക്കാൻ വിളിക്കാൻ പറഞ്ഞ വാപ്പ പറയാ അവൻ ഉറങ്ങട്ടെ, രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകാനുള്ളതല്ലേ, അവൻ ഉറങ്ങട്ടെ. നമ്മൾ പറയുന്ന മറുപടി അവൻ രാത്രി 11 മണി വരെ ഇരുന്ന് പഠിച്ചവനാ, പരീക്ഷയ്ക്ക് പോകേണ്ടവനാ, അവൻ ഉറങ്ങട്ടെ, പതുക്കെ വിളിച്ചാൽ മതി. ഇപ്പൊ സുബൈ നിസ്കരിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നിട്ട് ഉമ്മ ദുആ ചെയ്യുന്ന, പടച്ചോനെ എൻ്റെ മോനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. രക്ഷപ്പെടും ചങ്ങാതി. എങ്ങനെ രക്ഷപ്പെടാനാ?
നമ്മൾ മനസ്സിലാക്കേണ്ടതാ. എടോ, ഇന്ന് മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ അറിവെന്താ? മോനെ, നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, ഉന്നത വിജയം നേടണം, 1ാം റാങ്ക് വാങ്ങണം, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഞാൻ ഇന്ന് ചിന്തിക്കുന്നത്, ഈ ഇരിക്കണ പ്രായമുള്ളവരൊക്കെ വാപ്പാൻ്റെ അടുക്ക പോയിട്ട് ചെറുപ്പത്തിൽ പറയുമായിരുന്നു, വാപ്പാ എനിക്ക് മുട്ടായി വാങ്ങിത്താ, എനിക്ക് മുട്ടായി വാങ്ങിത്താ. അങ്ങനെ ചോദിക്കാത്ത ആരുമില്ല. നമ്മളൊക്കെ നമ്മുടെ ഉപ്പാനോട് ചോദിച്ചതാ. അള്ളാഹു നമ്മുടെ ഉപ്പമാരിൽ മരിച്ചവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ, ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എന്നാൽ ഇന്നത്തെ മക്കൾ മുട്ടായി അല്ല ചോദിക്കുന്നത്, വാപ്പാ പൈസ താ വാപ്പാന്ന് കഴിക്കണേ. ഇന്നത്തെ കുട്ടികൾ എന്താ കഴിക്കണേ? പൈസ തരാൻ. അവർ മുട്ടായി വേണമെന്നല്ല പറയുന്നത്. എന്തുകൊണ്ട്? നമ്മളങ്ങനെ വളർത്തി, നമ്മളങ്ങനെ വളർത്തിയെടുത്തു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാ. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, മരിക്കുന്ന കാലം വരെ നീ തലകുത്തി കടന്ന് സമ്പാദിച്ചാലും അതിനകത്ത് ഹറാമ് വരും. ഞാനും നിങ്ങളും തലകുത്തി കടന്ന് ചിന്തിച്ച് എത്ര പരിശ്രമിച്ചാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ചിലപ്പോൾ ഹറാമ് വരും. അള്ള തരുന്ന ഭക്ഷണത്തിൽ ഒരിക്കലും ഹറാം ഉണ്ടാകില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പം ഭക്ഷണം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഭക്ഷണം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഭക്ഷണം വേണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങൾ ചോദിക്കും, സിറാജ്, അപ്പൊ നാളെ മുതൽ ജോലിക്ക് പോകണ്ട, അള്ള ഭക്ഷണം തരുമോ? നാളെ മുതൽ ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ആര് കൊടുക്കും? എൻ്റെ മക്കൾക്ക് ആര് ചെലവിന് കൊടുക്കും? വല്ലാത്ത ചോദ്യം. എടാ ചങ്ങാതി, നീ മരിച്ചുപോയാൽ ആര് കൊടുക്കൂടാ? നീ മരിച്ചുപോയാൽ നിന്റെ ഭാര്യക്കാരാ ചെലവിന് കൊടുക്കുക, നിന്റെ മക്കൾക്കാരാ ചെലവിന് കൊടുക്കുക. ഞാൻ ചോദിക്കുന്നത്, നിനക്ക് ജോലിയുണ്ട്, പക്ഷെ ജോലിക്ക് പോകാനുള്ള ആരോഗ്യം തന്നതാരാ? അല്ല. ആ അല്ല കിടത്തിയ നീ പോവോ? നിനക്ക് ജോലി ബുദ്ധി കിളി പോയാൽ നീ എന്ത് ചെയ്യും? ഇന്ന് വലിയ CEO ആയി വലിയ ഉദ്യോഗസ്ഥനായിരിക്കണം. നിനക്ക് ഒരൊറ്റ നിമിഷം കൊണ്ട് നിന്റെ ബുദ്ധി അല്ല തിരിച്ചു കളഞ്ഞ എന്തു ജോലി ചങ്ങാതി? നിനക്കെല്ലാം തന്നത് അല്ലയാ. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, ഇനി നീ 5 നേരം നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഇനി എന്താ വേണ്ടേ? മരിക്കുമ്പോൾ ഈമാനുള്ള മരണം. അള്ളാഹു പറയുന്നു, വൽആഖിബത്തു ലിത്തഖ്വ, ഞാൻ തരാം നിനക്ക് നല്ല മരണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ല പറയുന്ന നിനക്ക് നല്ല മരണമല്ലേ വേണ്ട, ഞാൻ തരാം. നീ പറ, നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയും വെള്ളിയാഴ്ച രാവിലെ മരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ മരിച്ചു, ഇങ്ങനെ മരിച്ചു. എടോ, നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കുന്നവർക്ക് അല്ല കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു മരണം ഞാൻ പറയാം. 5 നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന മരണം എന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വൽആഖിബത്തു ലിത്തഖ്വാ. അള്ളാഹു പറയുകയാണ്, നിനക്ക് ഞാൻ നല്ല മരണം തരാം.